വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ച് ചിരിച്ച് ചാവും. മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. അതിനൊന്നുമല്ല വന്നത്. കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ച് വന്നത്. ആരെ പറഞ്ഞിട്ടാന്ന് പറയാ? ഫ്രണ്ട്. പേരെന്താ? നിഷാന. സ്ഥലം എവിടെയാ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. കണ്ടോടാ എന്ത് മര്യാദയുള്ള സ്ത്രീ. ഇത് 25ന് വെഡിങ് ആണോ? ഓ ഞാനേ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. സസ്പെൻസ് അറിയാൻ നടക്കും. മെഹന്തി ഇടുന്നത് എന്റെ അറിവിൽ മെഹന്തി ഈ കയ്യിലിടാറുണ്ട്. ചിലപ്പോൾ കാലെന്ന് വെച്ചാൽ പാത്രത്തിലേക്ക് ഇട്ട് കണ്ടിട്ടുണ്ട്. വേറെ എവിടേക്ക് ഇടും? ഇതിപ്പോ ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ? കൈക്ക് എത്ര? മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ, ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരോ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുണ്ടിയിൽ ഇട്ട് കൊടുക്കാനാണ് പറയുന്നത്. എന്ത് മെഹന്തി? എന്താ ഷാജി? ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല. എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. ഇരട്ടകൾ. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. കാരണം പാലപ്പവും നെയ്യപ്പവും ഒരു ചട്ടിയിൽ വേവില്ലല്ലോ. അവര് ഫോൺ എടുത്ത് എറിഞ്ഞു തോന്നുന്നു. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ എന്തുവാടേ ഇത്? ഇതാണോ പ്രാങ്ക്? ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഏറ്റവും വൃത്തികേടുകൾ വിളിച്ച് പറയുന്നതിനാണ് പ്രാങ്ക് എന്ന് പറയുന്നത്. ഷെയിം ഓൺ യു അഞ്ജലി, ഷെയിം ഓൺ യു. ഉണ്ടല്ലോ ഈ പബ്ലിക്കിനെയും പ്രേക്ഷകരെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും കേരളം കത്തുമോ പിള്ളേച്ച നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. പോസ്റ്റ് ഇടുന്നു, പോസ്റ്റ് മുക്കുന്നു. എന്നിട്ട് പോസ്റ്റ് ഇട്ട പോസ്റ്റിന്റെ താഴെ സ്റ്റോറി ഇടുന്നു, സ്റ്റോറി മുക്കുന്നു. അതിനുശേഷം ആ പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റ് ബോക്സിന്റെ അകത്ത് മൊത്തം കമന്റ് എഗെയിൻസ്റ്റ് ആയപ്പോൾ ആ കമന്റ് മുക്കി ഓടി, ഇപ്പം കണ്ടം വഴി ഓടിയിട്ട് ചിരിച്ചുകൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ മറ്റുള്ള ജനങ്ങളെയും മറ്റുള്ളവരെയും വിമർശിച്ച ആൾക്കാരെയും പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന RJ അഞ്ജലിക്ക് നല്ല നമസ്കാരം കേട്ടോ.